ഹലോ, സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചക്കക്കുരു ചെമ്മീനും കൂടിയിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണിത്. തേങ്ങയുണ്ട്, പിന്നെ മുളക്, ഉണക്കമുളക്, കുറച്ച് മല്ലി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, ഒരു തണ്ട് വേപ്പില. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി വറുത്തെടുക്കാം ആദ്യം. പണ്ടൊക്കെ ചക്കക്കുരു ചെമ്മീനൊക്കെ മസാലക്കറി വെച്ചിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയാണ്. അപ്പോൾ ഒന്ന് അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. നമുക്ക് ആദ്യം മുളകൊന്ന് വറുത്തെടുക്കാം. മുളകും മല്ലി, നാളികേരവും എല്ലാം കൂടി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ നാളികേരം ആദ്യം അങ്ങോട്ട് കരിഞ്ഞു പോകും, വെന്തു പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന്, അല്ലെങ്കിൽ ഇത് മൂത്ത് കിട്ടില്ല. മല്ലി മുളകും നമുക്കിതൊരു പകുതി മൂപ്പായിട്ട് നാളികേരം ഇട്ട് കൊടുത്താൽ മതി. ഒരു അരമുറി നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 7 ഉണക്കമുളകും, ഒരു 2 സ്പൂണോളം മല്ലി. ഒന്ന് ഒരു പകുതി മൂപ്പിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. പകുതി മൂപ്പായിട്ട് നാളികേരം ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മൂപ്പ് കറക്റ്റായി കിട്ടില്ല. ഇനി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരു തണ്ടും കൂടി ഇടാം കേട്ടോ. ഇവിടെ വളരെ കുറവാണ് കറിവേപ്പില. ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കാറില്ല. ഇവിടെ ഉള്ളത് തന്നെ അങ്ങോട്ട് പൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഏതാണ്ട് മൂപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കി, ആ ചൂട് മതി. പിന്നെ അതൊന്ന് ചൂടാറട്ടെ. നമുക്ക് ചെമ്മീൻ, ചക്കക്കുരു, 2 പച്ചമുളക്, ഒരു തക്കാളി, ഇഞ്ചി, ഇത്രയാണ് കറിക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം. ചക്കക്കുരു തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞതാണ്. ഒപ്പം ചെമ്മീനും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. വാളംപൊടി വേണ്ടവർക്ക് വാളംപൊടി ഉപയോഗിക്കാം. ഞാൻ ചെമ്മീനൊക്കെ അധികം കുടംപുളിയാണ് ഇടൽ. നേരത്തെ തന്നെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട്.
അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുപ്പിൽ വയ്ക്കുക. അതിൽ പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല. മസാല നമ്മൾ അതിലെല്ലാതും ഉണ്ട്. മുളക് മല്ലിയൊക്കെ മസാലയിലുണ്ട്. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ്. നല്ല ഒന്ന് വേവട്ടെ. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചെമ്മീനും ചക്കക്കുരുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊന്ന് തിളയ്ക്കട്ടെ. പുളിയും എരിവും ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ചക്കക്കുരും ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നല്ല കറിയാണ്, സൂപ്പർ കറിയാണ്. തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ഇടാം. ചോറിന് ഈ കറി മാത്രം മതി, വേറെ വിഭവങ്ങളൊന്നും വേണമെന്നില്ല. ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റാണ്. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചക്കക്കുരും ചെമ്മീനും കിട്ടുകയാണെങ്കിൽ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.